എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ അവസരത്തിന് നന്ദി പറയുകയും ചെയ്തു. ആ ഒരു പ്രതിഭാ സമ്പന്നനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അനുസ്മരണത്തിൽ അവരെല്ലാവരും അനുസ്മരണ സന്ദേശമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ചിലർ പൊട്ടിക്കരയുന്നും ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഇവിടെ നിന്നുള്ള ഈ സിതാരയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ MTയുടെ മൃതദേഹം കൊണ്ടുപോവുകയാണ്, മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വാഹനത്തിൽ കയറ്റി മൃതദേഹം ഇപ്പോൾ സിതാരയിൽ നിന്ന് വെളിയിലേക്ക് എടുക്കുകയാണ്. വാസുദേവൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം യാഥാർത്ഥ്യങ്ങളെ അതുപോലെ മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിച്ചു, ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് MT കഥകൾ എഴുതി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആ കഥകൾ ഒരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹിച്ചു. MTയെ പലപ്പോഴും ഗൗരവക്കാരൻ എന്നാണ് പലരും ധരിച്ചിരുന്നത്. പക്ഷേ തൻ്റെ ആദ്യ പ്രസാധകൻ എന്ന് അദ്ദേഹം വിളിച്ച MG ഉണ്ണിയെ കാണാനെത്തുമ്പോഴൊക്കെ ആ ഗൗരവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. MG ഉണ്ണി എന്ന അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് ആദ്യമായി ഇങ്ങനെയൊരു പുസ്തകം പുറത്തിറക്കുന്നതിനെക്കുറിച്ച് MTയോട് പറഞ്ഞു. അതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യം വന്നപ്പോൾ ഹോസ്റ്റൽ മതിൽ ചാടിക്കടന്ന് രാത്രി പോയി MG ഉണ്ണി ചീട്ട് കളിച്ചു. മറ്റു പലയിടത്തു നിന്നും പണം സമാഹരിച്ചു. അങ്ങനെ ആദ്യ പുസ്തകം പുറത്തിറങ്ങി. MG ഉണ്ണിയെ നിയമങ്ങൾ തെറ്റിക്കുന്ന, മതിൽ ഗേറ്റ് ചാടിക്കിടക്കുന്ന MG ഉണ്ണിയെ MT വാസുദേവൻ നായർ അന്നേ വിളിച്ചു അസുരവിത്ത്. എന്നും ആ സൗഹൃദം അവർക്കിടയിലുണ്ടായിരുന്നു. ഒടുവിൽ MTക്ക് മുന്നേ MG ഉണ്ണി യാത്രയായി. പക്ഷേ ശശിധരൻ വയലാർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെ ഓർക്കുന്നു വലിയ പ്രതിഭയെ? നമസ്കാരം. ആദ്യം തന്നെ ആ മഹാനായ സാഹിത്യകാരന് എന്റെയും കുടുംബത്തിന്റെയും ഹൃദയംഗമായ ആദരാഞ്ജലി അർപ്പിച്ചിട്ട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ പൈങ്കിളി സാഹിത്യം കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന നമ്മുടെ മലയാള സാഹിത്യത്തിന് ഒരു പ്രത്യേക ഒരു ഭാവം തന്നെ സൃഷ്ടിച്ചെടുത്ത ആളാണ് മഹാനായ MT. അദ്ദേഹത്തിന്റെ സ്ത്രീകൾക്കെതിരെയുള്ള ആ അതിക്രമത്തിന്റെ പോരാളിയായിട്ട് ഒരു സ്ത്രീ തന്നെ വന്ന് സ്ത്രീ കഥാപാത്രം നായികയായി, നായക പ്രാധാന്യത്തിന് മാത്രം പ്രാധാന്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു നായികയെ തീർത്തെടുത്ത മഹാനാണ് MT. അതായത് നമ്മുടെ പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ സ്ത്രീകളോടുള്ള അതിക്രമത്തിനെതിരെ സ്ത്രീ തന്നെ പോരാടി 2 പ്രാവശ്യം ജയിലിൽ പോകുന്ന ആ ഒരു കഥാപാത്രം മാത്രം മതി ഇപ്പോഴത്തെ സ്ത്രീ സമൂഹത്തിന്റെ മനസ്സിലെന്നും MT വാസുദേവൻ നായർ മഹാനായൊരു എഴുത്തുകാരൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ ഇരുട്ടിന്റെ ആത്മാവായാലും ശരി, അതുപോലെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഉജ്ജ്വലമാക്കിയത്. മലയാളി മനസ്സ് ഒരിക്കലും മറക്കാത്ത ഒരു മഹാനായ അദ്ദേഹത്തെ പ്രതിഭയായിരുന്നു MT. വ്യക്തമാണ്. മനീഷ കോഴിക്കോട് നിന്ന് ചേരുന്നു. മനീഷ, കോഴിക്കോട് ഇന്ന് ദുഃഖപൂർണമാണ്. ആർക്കും എന്താണ് പറയേണ്ടതെന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം. എഴുത്തിന്റെ നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു വസന്തമാണ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത്. എന്താണ് ഒരിക്കൽ പോലും വരുന്ന തലമുറകൾക്ക് അത് നമുക്ക് എത്ര രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത് വരെ നമുക്കൊരു അസാധ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണെന്നൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്യുന്നത്. എന്റെ ചെറുപ്പത്തിൽ എന്നെ ഹരിയിൽ എഴുതിച്ചിരുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മുടെ MT സാറായിരുന്നു. അതിപ്പോഴും ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് അയ്യോ അത്രയും വലിയൊരാളായിരുന്ന വ്യക്തി ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമ്മളെ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരുപാട് നല്ല നല്ല നോവലുകള്, നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആ ഒരു വസന്തം ഇനി ഇല്ല. നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മകൾ എപ്പോഴും നമ്മുടെ MT സാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എങ്കിൽ പോലും ഒരു
ഒരു സങ്കടമാണ് ഇനി അങ്ങോട്ട്. കാരണം അത്രയും നല്ലൊരു പ്രതിഭ, ഒരു മഹാനായ ഒരു അക്ഷരങ്ങളുടെ രാജാവ് കൂടിയായിരുന്നു അദ്ദേഹം വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയമായിട്ടുള്ളൊരു നിമിഷങ്ങളാണ്. ശരിയാണ്, വിളിക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ഇതിനാണ് ഒരു ശൂന്യത എന്ന് പറയുന്നത്. ആ മഹാനായ എഴുത്തുകാരൻ നമ്മോടൊപ്പം ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ, അതിനൊരു ശൂന്യത എന്ന് പറയുന്നു. അതാണ് ഒരു ശൂന്യമായിട്ട് മനസ്സ് ശൂന്യമായി പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ എം ടി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരവുമായി ഉള്ള വാഹനം അത് വലിയൊരു ജനാവലിക്കിടയിലൂടെ പോകുന്ന കാഴ്ചയാണ്. സിതാരയിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ റോഡാണ്. അവിടെയാണ് ഇത്രയും ആളുകൾ കൂടി നിന്നിരുന്നത് ഇന്നലെ രാത്രി മുതൽ. ഇപ്പോൾ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം മാവൂർക്കോട് ശ്മശാനത്തിലേക്ക് പോവുകയാണ്. അവിടെ കാത്തു നിന്നിരുന്ന ആളുകൾ ആ വാഹനത്തിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു വലിയ വിലാപയാത്ര എന്നതിന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, കാരണം അത് എം ടി അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അതല്ലായിരുന്നുവെങ്കിൽ വലിയൊരു വിലാപയാത്രയായി തന്നെ മൃതദേഹവും വഹിച്ചുകൊണ്ട് പോകുവാനുള്ള സൗകര്യം ഒരുക്കിയേനെ. പക്ഷേ എം ടി ആഗ്രഹിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് അതിനുവേണ്ടി അങ്ങനെ ഒരു സന്ദർഭം ഒരുക്കിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ സ്വയം ആളുകൾ വന്നു പോവുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ ജനാവലി തന്നെ അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് കാറ്റത്ത് ഒരു തിരുനാളം അണഞ്ഞു പോകുന്നത് പോലെ അണഞ്ഞു പോവുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതായിരുന്നു. എം ടി വാസുദേവൻ നായർ പറയുന്നത് അങ്ങനെയായിരുന്നു. കാറ്റത്തൊരു തിരുനാളം അണഞ്ഞു പോകുന്നത് പോലെ മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരുപാട് നാളുകൾ അദ്ദേഹം അസുഖബാധിതനായ ആശുപത്രിയിൽ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ആശുപത്രിയിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിന് യന്ത്രസഹായത്തോടെയുള്ള പരിചരണം വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായ മരണമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. യന്ത്രത്തിൻ്റെ സഹായത്തോടെ ജീവിതം നീട്ടിയെടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ജീവിതം തന്നെ ഒരു സുഗതം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. കാരണം ദീർഘായുസാണ് തനിക്ക് എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ദീർഘായുസായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾക്ക് ദീർഘായുസാണ്. അത് ഒരിക്കലും നശിക്കില്ല. അത് അനശ്വരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ദീർഘായുസ് എന്ന് പറയുന്നത് ജീവിക്കുന്നതിന് മുൻപേ കൊഴിഞ്ഞു പോകേണ്ടതായിരുന്നു താൻ. ജനിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൊഴിഞ്ഞു പോകേണ്ട ആളായിരുന്നു ഞാൻ. പക്ഷേ അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ദീർഘായുസാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അക്ഷരം പ്രതി ശരിയാവുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ മരണം എത്തുകയും ചെയ്തു. കാറ്റത്തൊരു തിരുനാളം അണഞ്ഞു പോകുന്നത് പോലെ മരിക്കാൻ ആഗ്രഹിച്ച എം ടി വാസുദേവൻ നായർ ആ രീതിയിൽ തന്നെ കാലം അദ്ദേഹത്തിന് വേണ്ടി കാത്തുവെച്ചിരുന്നതും അത് തന്നെയായിരുന്നു. അതൊരു സുഗതമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എം ടി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരവുമായി വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ മാവൂർക്കോട് ശ്മശാനത്തിലേക്ക് പോവുകയാണ്. അധിക ദൂരത്തല്ല മാവൂർക്കോട് ശ്മശാനം. ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മൃതദേഹം സംസ്കരിച്ച ഇടമാണ്. ഒട്ടേറെ പ്രമുഖർ ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെയാണ് എം ടി വാസുദേവൻ നായരും പോകുന്നത്. അദ്ദേഹം ഈ കോഴിക്കോട് തന്നെ ഇപ്പോൾ മാവൂർക്കോട് ശ്മശാനത്തിൽ സ്മൃതിപഥം എന്ന പേരിൽ, നേരത്തെ പറഞ്ഞിരുന്നു, സ്മൃതിപഥം എന്ന പേരിൽ ഒരു പുതുക്കിയ ശ്മശാനമുണ്ട്. അത് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അങ്ങോട്ട് വരുന്ന ആദ്യ വ്യക്തിയായി മാറുകയാണ് എം ടി വാസുദേവൻ നായർ. അവിടെ എരിഞ്ഞടങ്ങാൻ പോവുകയാണ് എം ടി വാസുദേവൻ നായർ. കാലം കാത്തു വെച്ചിരുന്ന മറ്റൊരു നിയോഗം പോലെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ആ രാത്രിയിൽ എം ടി വാസുദേവൻ നായർ അന്തരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം ഒരു നക്ഷത്രമായി മാറുന്നുവെന്നാണ് ക്രൈസ്തവ സഭാ ബിഷപ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ രാവിലെ കോഴിക്കോട് ബിഷപ്പ് ചക്കാലക്കൽ പിതാവ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതും കേട്ടു. ഒരു നക്ഷത്രമാണ് നമ്മുടെ മുന്നിൽ എം ടി വാസുദേവൻ